മാപ്പ് ഞാൻ എഴുതി കൊടുക്കുന്ന രീതിയിൽ തന്നെ അവർക്ക് കൊടുക്കുകയും എരിവും പുളിയൊക്കെ കൂട്ടുന്ന നാവല്ല ഒരു തെറ്റുപറ്റി എന്നുള്ള രീതിയിൽ മാപ്പ് പറയുകയും ആ ഒരു തെറ്റിദ്ധാരണ മാറണമെന്ന് ആ ഒരു വിവാദം അവസാനിച്ചതായിട്ട് കൈ തന്ന ഫൗണ്ടേഷനും നമ്മൾ പറയുന്നതിൻ്റെ സതുദ്ദേശമല്ല വന്നത്. അല്ല, ഇനി ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, അത് കൈമലർത്തിയിരുന്ന എനിക്ക് തെളിവില്ല, അന്തരീക്ഷം മാത്രമേ ഉള്ളൂ. പക്ഷേ പറഞ്ഞവർക്കറിയാം, ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായാലും അറിയാം. നമുക്കല്ലാതെ നമുക്ക് എവിടെ നിന്നാണ് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നത്? നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ വേറെ ക്രിമിനൽ കേസിൽ പ്രതിയോ സ്ത്രീ പീഡന കേസിൽ പ്രതിയോ അല്ലെങ്കിൽ മയക്കുമരുന്ന് കേസിൽ പ്രതിയോ ഒരു പോലീസ് സ്റ്റേഷൻ പോലീസുകാരുണ്ട് ഇവിടെ ഇതിൽ അഭിനയിച്ച്, അവർക്കൊക്കെ അറിയാവുന്നതാണ്. ഞാനൊരാളെ മോശമാക്കി എഴുതി ഒരിക്കലും പറയാറില്ല. മനസ്സ് വേദനിക്കുന്ന കാര്യം പറയുന്നത് പാപമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ ഒന്ന് രണ്ടുപേര് വ്യക്തി വൈരാഗ്യത്തിന്റെ പുറത്ത് നമ്മളിങ്ങനെ പറഞ്ഞ് ആക്കാൻ ശ്രമിക്കുകയും അതങ്ങടെ ഒരാൾ പിന്നെ വീണേർന്ന വളഞ്ഞേർന്ന് എല്ലാവരും ആക്രമിക്കുമല്ലോ. എന്തൊക്കെ സൈബർ ആക്രമണം ഉണ്ടായാലും ഈ ഫേസ്ബുക്ക് ഡെലിറ്റ് ചെയ്ത് പോവുകയോ ഇൻസ്റ്റ ഡെലിറ്റ് ചെയ്ത് പോകാറില്ല. കമന്റ് ബോക്സ് ഓൺ ചെയ്ത് വെക്കും. കാരണം തെറി പറയാനുള്ളവരൊക്കെ പറഞ്ഞോട്ടെ. എത്ര വലിയ നടന്മാരാണെങ്കിലും ചില കാലഘട്ടത്തിൽ പിന്നീട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പലരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു കാര്യം പറയാൻ വേണ്ടി അല്ലേ അദ്ദേഹം പറഞ്ഞൊരു കാര്യം. ഒരിക്കലും പ്രേംനസീറിനെ അദ്ദേഹം മോശക്കാരനായി ചിത്രീകരിച്ചിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ടിനി ടോമിനെ അറിയാവുന്ന ഒരാളെന്ന നിലയിൽ ആരെയും എഴുതി കാണിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനില്ല. നല്ല കലാകാരൻ, നല്ല നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ടിനി ടോം ഒരിക്കലും അങ്ങനെ മലയാള സിനിമയുടെ ഇന്നത്തെ നിത്യയൗവനമായ നിത്യഹരിത നായകനായ പ്രേംനസീറിനെ പറ്റി പറയില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. അത് അദ്ദേഹം ഇവിടെ പറയും. ഈ പ്രേംനസീറിനെ കുറിച്ച് താങ്കൾ പറഞ്ഞൊരു പരാമർശം വിവാദമായി മാറി, എങ്ങനെയാണ്, എന്താണ് അത്? എൻ്റെ മനസ്സിൽ നിന്നുള്ള ഒരു ഉദ്ദേശമില്ല, ഒരു ദുരുദ്ദേശമില്ല. സതുദ്ദേശം മാത്രം വെച്ചിട്ട് ഒരു അഭിമുഖത്തിൽ ലൈം ലൈറ്റിൽ ഉള്ള സമയത്ത് എല്ലാവരും ഉണ്ടാവും, അല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല എന്നത് പറയാനാണ് ഉദ്ദേശം. ഒരിക്കലും നസീർ സാറിനെ പോലത്തെ മലയാള സിനിമയുടെ ദൈവം അല്ലെങ്കിൽ ഗോഡ് ഓഫ് മലയാള സിനിമയെ ഒരു വിധത്തിലും തേജോധം ചെയ്യാനും മോശമായിട്ട് പറയാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല, ഇന്നലെയാണ് UK നിന്ന് എത്തിയത്. അത് ഡൈവേർട്ടായി പോയി. പക്ഷേ പ്രേംനസീർ ഫൗണ്ടേഷൻ്റെ ചെയർമാനായിട്ടുള്ള മേനക സുരേഷ് കുമാർ എന്നെ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് കാര്യം കൃത്യമായിട്ട് അറിയാം. നസീർ സാറിൻ്റെ തൊട്ടടുത്ത ബന്ധു, അതായത് പ്രേംനസീർ ഫൗണ്ടേഷൻ്റെ തൊട്ടടുത്ത ചേട്ടനിയന്മാർ മക്കളായിട്ടുള്ള ഫൈസൽ, അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ് ഫൗണ്ടേഷൻ്റെ. അതുപോലെ തന്നെ നാസർക്ക എൻ്റെ ട്രഷററാണ്. അവരായിട്ട് ഞാനിന്ന് കണ്ടു. അപ്പോൾ അവർക്കും മനസ്സിലായി കാര്യം വിഷമിക്കൊന്നും വേണ്ട, നിങ്ങളുടെ ഉദ്ദേശം അതായിരുന്നില്ല എന്നുള്ളത് മനസ്സിലായി. പക്ഷെ അത് ഡൈവേർട്ടായി പോയി. അപ്പോൾ അതിന് വേദനയുള്ളവർക്കല്ല അല്ലാത്തവർക്കും, എൻ്റെ അമ്മ ഉൾപ്പെടെ തെറ്റായിട്ട് അതായത് ഞാൻ ഗുരുസ്ഥാനത്ത് കാണുന്ന ചില സീനിയേഴ്സ് നമുക്ക് ഇവരായിട്ടുള്ള അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. നസീർ സാറിൻ്റെ ഒപ്പം, മധു സാറിൻ്റെ ഒപ്പവും അതുപോലെ തന്നെ സത്യമാസിൻ്റെ ഒപ്പം അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടില്ല. പക്ഷെ മധു സാറിൻ്റെ വീട്ടിൽ നമ്മൾ ഒരുമിച്ച് പോകാറുണ്ട്. സത്യമാസിൻ്റെ മകനുമായിട്ട് ഞാൻ വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നതാണ്. അദ്ദേഹത്തിന് അമ്മയിൽ മെമ്പർഷിപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞ് ബാധിച്ചിട്ടുള്ള ഒരാളാണ്, അത് കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നസീർ സാറിൻ്റെ മകൻ ഷാനവാസിക്കായിട്ട് നല്ല ബന്ധമാണ്. പക്ഷെ ഇത് എന്തോ ഒരു അപകടം പറ്റിയതുപോലെ എൻ്റെ ടങ് സ്ലിപ്പ് തന്നെയാണ്. ആ പറഞ്ഞ രീതി ശരിയായില്ല എന്ന് തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയാണ്. അപ്പം എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇതിന് എനിക്ക് തന്നെ തോന്നിയിട്ട് നേരിട്ട് ഇവിടെ വന്നിട്ട്, കാരണം ഈ ന്യൂസ് ചാനലിൽ നിന്ന് കാണാനുള്ളൊരു ഇതുണ്ടായിരുന്നല്ലോ, 10-15 ദിവസം പുറത്തായിരുന്നു. സുരേഷ് ചേട്ടൻ അതുപോലെ തന്നെ ഫൗണ്ടേഷൻ്റെ ഫൈസലിക്കയും നാസറിക്കയും നിന്ന് ഒരുമിച്ച് കൂടി മാപ്പ് ഞാൻ എഴുതി കൊടുക്കുന്ന രീതിയിൽ തന്നെ അവർക്ക് കൊടുക്കുകയും അവിടെ ഞാൻ ജനം ടിവിയിലായിരുന്നു, അവിടെ വെച്ച് എൻ്റെ ബൈറ്റ് എടുക്കുകയും പിന്നെ നിങ്ങളെ നേരിട്ട് കണ്ട് പറയണം. അതായത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, അവർക്ക് വേദനിച്ചിട്ടുണ്ടോ, ഞാൻ ചിന്തിക്കാത്തൊരു കാര്യമാണ് സംഭവിച്ചത്. എരിവും പുളിയൊക്കെ കൂട്ടുന്ന നാവല്ല ഒരു തെറ്റുപറ്റി എന്നുള്ള രീതിയിൽ മാപ്പ് പറയുകയും ലോകത്തുള്ള എല്ലാ നസീർ സാറിൻ്റെ ആരാധകരോടും മാപ്പ് ചോദിക്കുകയും അദ്ദേഹത്തിൻ്റെ കാലിൽ വീഴുന്നത് ഒരു കുറച്ചിലല്ല, അത് കൂടുതലാണ്. അതിനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആ ഒരു തെറ്റിദ്ധാരണ മാറണമെന്ന് ആ ഒരു വിവാദം അവസാനിച്ചതായിട്ട് കൈ തന്ന ഫൗണ്ടേഷനും പിരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. നസീർ സാറിന് അത് നമ്മൾ പറയുന്നതിൻ്റെ സതുദ്ദേശമല്ല വന്നത്. അതിനു മുമ്പ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇപ്പം മെർലിൻ മൺറോ എന്ന് പറഞ്ഞൊരു നടിയുടെ ഒരു സിനിമ ഡോക്യുമെന്റ് ചെയ്തിരുന്നു. അത് കാണുമ്പോൾ ഒരു 36 വയസ്സിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അതൊരു പാഠമാണ്. ഞാൻ എൻ്റെ സീനിയേഴ്സ് പറയുമ്പോൾ എനിക്കറിയില്ലാത്ത സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരുടെ കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. കാരണം അത് നമുക്കൊരു ഗുണപാഠമാണ്. അപ്പം ആ ഉദ്ദേശമാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഒരിക്കലും നസീർ സാറിനെ പോലെ ഒരാളെ അങ്ങനെ പറയാൻ ഞാൻ യോഗ്യനുമല്ല. പക്ഷെ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫൗണ്ടേഷൻ്റെ ആൾക്കാർ, അത് സുരേഷ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറിനെ പോലെയാണ്, മേനക സുരേഷ് ചേട്ടൻ.
ഏതൊരു പ്രശ്നം വരുമ്പോഴും എൻ്റെ കൂടെ നിൽക്കുകയും ഇതല്ല അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ആദ്യ സിനിമയിൽ ചാൻസ് ചോദിച്ചു ചെല്ലുന്നത് സുരേഷ് ചേട്ടൻ്റെ ഒപ്പമാണ്. എനിക്ക് ഏഷ്യാനെറ്റ് സപ്പോർട്ടിംഗ് ആക്ടർ അവാർഡ് കിട്ടിയപ്പോൾ തന്നത് അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തോട് ഇമോഷണലായിട്ടൊരു അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇടപെട്ടിട്ട് ഒന്നും പേടിക്കേണ്ടതല്ല. കാരണം വളരെ സ്വീറ്റായിട്ടാണ് നസീർ സാറിൻ്റെ തൊട്ടടുത്ത ബന്ധു ചേട്ടനിമാരും മക്കളുള്ള ഒരാളായ ഫൈസലേക്ക് എന്നോട് പെരുമാറിയതും. അതായത് അവർ പറഞ്ഞു ഞങ്ങളിതൊക്കെ പഠിച്ചത് നസീർ സാറിൽ നിന്നുമാണ്, ആ മര്യാദകൾ പഠിച്ചത്. ചീത്ത പറയുന്നവരെ നിങ്ങൾ വിട്ടേക്കും, ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് നന്നായിട്ട് പെരുമാറുക, സഹായിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ വിഷമമുണ്ട് എനിക്ക്. തീർച്ചയായിട്ടും ആ ഫൗണ്ടേഷൻ്റെ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ മെമ്പർ ആവുകയാണ്. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, ഞാനും അൻസിബാസിനും ആ ഫൗണ്ടേഷൻ്റെ യഥാർത്ഥത്തിൽ നസീർ ഫൗണ്ടേഷൻ ഒരു ഫാമിലിയൊക്കെ ഉൾപ്പെടുന്ന മക്കളൊക്കെ ഉൾപ്പെടുന്ന എൻ്റെ മെമ്പറായിട്ട് മാറുകയും ചെയ്തു. ഈ മണിയമ്പുള്ള രാജ്യം താങ്കളുടെ അല്ല, ഇനി ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അത് കൈമലർത്തിയിരുന്ന എനിക്ക് തെളിവില്ല, അന്തരീക്ഷം മാത്രമേ ഉള്ളൂ. പക്ഷേ പറഞ്ഞവർക്കറിയാം, ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായാലും അറിയാം. നമുക്കല്ലാതെ നമുക്ക് എവിടെ നിന്നാണ് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നത്? നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ വേറെ ക്രിമിനൽ കേസിൽ പ്രതിയോ സ്ത്രീ പീഡന കേസിൽ പ്രതിയോ അല്ലെങ്കിൽ മയക്കുമരുന്ന് കേസിൽ പ്രതിയോ ഒരു പോലീസ് സ്റ്റേഷൻ പോലീസുകാരുണ്ട് ഇവിടെ ഇതിൽ അഭിനയിച്ച്, അവർക്കൊക്കെ അറിയാവുന്നതാണ്. ഞാനൊരാളെ മോശമാക്കി എഴുതി ഒരിക്കലും പറയാറില്ല. മനസ്സ് വേദനിക്കുന്ന കാര്യം പറയുന്നത് പാപമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ നസീർ സാറിന് ഗോഡ് ഓഫ് മലയാള സിനിമ ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഒന്ന് രണ്ട് പേര് വ്യക്തി വൈരാഗ്യത്തിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് ആക്കാൻ ശ്രമിക്കുകയും അതങ്ങടെ ഒരാൾ പിന്നെ വീണേർന്ന വളഞ്ഞേർന്ന് എല്ലാവരും ആക്രമിക്കുമല്ലോ. അപ്പോൾ അതൊരു ആക്രമണം, ഒരു മേളയായി മാറി. പക്ഷെ ഞാൻ ഇതുവരെ ആയിട്ടും എന്തൊക്കെ സൈബർ ആക്രമണം ഉണ്ടായാലും ഈ ഫേസ്ബുക്ക് ഡെലിറ്റ് ചെയ്ത് പോവുകയോ ഇൻസ്റ്റ ഡെലിറ്റ് ചെയ്ത് പോകാറില്ല. കമൻറ്റ് ബോക്സ് ഓൺ ചെയ്ത് വെക്കും. കാരണം തെറി പറയാനുള്ളവരൊക്കെ പറഞ്ഞോട്ടെ, പാപം ചെയ്യാത്തവരെല്ലാവരും കല്ലെറിഞ്ഞോട്ടെ, അവരുടെ ദേഷ്യങ്ങളൊക്കെ തീർത്തോട്ടെ. പക്ഷെ ഞാൻ ഒളിച്ചുകൂടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് തിരുവനന്തപുരത്തേക്ക് തന്നെ